everyone, Assalamu alaikum. Welcome back to Little Ammy Things. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ടോപ്പിക്കിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത വീഡിയോ അല്ല, പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ ഏതായാലും വീഡിയോസ് ഇട്ടിട്ടും കുറച്ചായല്ലോ, അപ്പോൾ ഞാൻ കരുതി ഇതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആദിയുടെ 11 പ്രോയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ആ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് ആദ്യം തിരിച്ചു പോയി ജിദ്ദയിലേക്ക്. ഞാൻ ഏതായാലും 1-2 മാസം കൂടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ അതുവരെ എൻ്റെ അടുത്ത് ആ ഫോണില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ 6S ആണ്. അപ്പോൾ അതിലെ വീഡിയോസും ഫോട്ടോസും മാത്രമേ നിങ്ങൾ ഇനി കുറച്ച് നാളത്തേക്ക് കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. പറയുന്ന കാര്യങ്ങൾ എന്തായാലും സെയിം ആണല്ലോ. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുറച്ച് മെസ്സേജസ് അല്ലെങ്കിൽ കമൻസ് ഒക്കെ കിട്ടാറുണ്ട്. എൻ്റെ വാവയ്ക്ക് ഈ ടോയ് വാങ്ങിയിട്ട് വാവ തീരെ മൈൻഡ് ചെയ്തില്ല, പൈസ വെറുതെ ആയിപ്പോയി, അല്ലെങ്കിൽ വലിച്ചെറിയാണ്, തീരെ കളിക്കുന്നില്ല, അതുകൊണ്ട് നഷ്ടമായിപ്പോയി എന്നൊക്കെയുള്ള ടൈപ്പ് കുറച്ച് കമൻസും മെസ്സേജസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അമീറയ്ക്ക് ഒരു അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അത് എന്താണ് അങ്ങനെ എന്നുള്ളതും അതുപോലെ തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഒരു ജനറൽ വീഡിയോ പോലെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് വെർട്ടിക്കൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് സ്ക്രീൻ വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. ഇന്ന് ഞാൻ അമീറയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റിക്കർ ബുക്ക് എന്ന് പറയുന്ന സംഭവം ഞാൻ അമ്മിക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അമീറ ഫസ്റ്റ് എത്രത്തോളം റിജക്ട് ചെയ്തു, പിന്നീട് ഇപ്പോഴും വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ചെറിയ വീഡിയോ പോലെ ഇൻസ്റ്റയിലെ സ്റ്റോറിയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. കാണുന്നുള്ളവർ കണ്ടാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിന്റെ പ്രാക്ടിക്കൽ വെർഷൻ എങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിച്ചത് എന്നുള്ളത് കൂടി മനസ്സിലാവും കേട്ടോ. അതോടൊപ്പം തന്നെ ആ സ്റ്റിക്കർ ബുക്സിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ഐറ്റം ആണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, കാരണം അതല്ലല്ലോ നമ്മുടെ വീഡിയോ എന്നുള്ളത്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അപ്പൊ വീഡിയോയുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ടോയ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവീസിലും അതുപോലെ അഡ്വർടൈസ്മെന്റ്സിലും ഒക്കെ കാണിക്കുന്ന പോലെ നമ്മളൊരു ടോയ് വാങ്ങുമ്പോഴേക്ക് കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വാവ് നല്ല അടിപൊളി, അല്ലെങ്കിൽ നിർത്താതെ രാവിലെ തൊട്ട് രാത്രി വരെ അതുകൊണ്ട് തന്നെ കളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മണിക്കൂറുകളോളം കളിച്ചിരിക്കുന്നൊക്കെ ആയിരിക്കും മിക്ക പാരൻസിന്റെ, അല്ലെങ്കിൽ ഞാനും ആദ്യമൊക്കെ ടോയ്സ് വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ടോയ്സ് എന്ന് ഞാൻ എപ്പോൾ പറയുമ്പോഴും ടോയ്സും ബുക്സും ഞാൻ രണ്ടും മീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഈ അറ്റ്ലീസ്റ്റ് ഒരു 2.5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലൊന്നും നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ നിർത്താതെയുള്ള കളികളോ അല്ലെങ്കിൽ ആ ഒരു ടോയ് വെച്ച് മണിക്കൂറുകളോളം കളിച്ചിരിക്കുന്നതോ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. അത് എന്താന്നുള്ളത് സിമ്പിൾ ആണ്. ഈ 3 വയസ്സ് വരെയുള്ള പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ സ്പാൻ, അതായത് ഒരു കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അത് മടുത്തിട്ട് അവർ അടുത്ത കാര്യങ്ങളിലേക്ക് പോകും. ഏത് കാര്യം ആയിക്കഴിഞ്ഞാലും അവരുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവുക വളരെ ചുരുങ്ങിയ നേരത്തേക്ക് മാത്രമാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്ന വീഡിയോ ഷെയർ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റ് എ ടൈം 1-2 ആൽഫബറ്റ്സ് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ഷമയെ അവർക്ക് ഈ ഒരു പ്രായത്തിലുള്ളൂ. പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല, അവർ ഒരു ഇൻട്രസ്റ്റും കാണിക്കില്ല, അവരത് വിട്ടിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടോയ് ആണെങ്കിലും ഏത് ബുക്കാണെങ്കിലും അത് കണ്ടപാട് ഒരുപാട് എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ അത് കണ്ടിട്ട് പിന്നെ മണിക്കൂറുകളോളം അതിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുക, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്ന മുന്നേയും വിചാരിക്കരുത്. സ്പെഷ്യലി എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ടോയ്സ്, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടോയ്സ് ആ ടൈപ്പാണ്. ബുക്സ് ഒക്കെ കൂടുതൽ കുഞ്ഞുങ്ങളുടെ സ്കിൽസും ഡെവലപ്മെന്റും ആയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി കുട്ടികൾ ആദ്യം കാണില്ല. അത് എല്ലാവരും മനസ്സിലാക്കുക. അമീറയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റത്തെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ബിക്കോസ് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാറ് അമീറ കൂടെ കളിക്കുന്നത് മാത്രമാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, അതായത് അമീറയ്ക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഇൻട്രസ്റ്റും ഒരു ടോയിലും ആദ്യം തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കാണിക്കാറില്ല.
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് തോട്ട് അങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. അതായത് നമ്മൾ അപ്പോഴേക്ക് ഡെസ്പാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ടോയ് വാങ്ങിയിട്ട് കുഞ്ഞിന് നേരെ കൊടുക്കുമ്പോൾ ഒരു മൈൻഡും കാണിക്കാതെ തിരിഞ്ഞ് നടന്നു പോയാൽ ഓ പൈസ പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ സമയം പോയല്ലോ, ഞാൻ എന്തിനാ ഇപ്പം ഇത് വാങ്ങിച്ചേ, ഞാൻ അവരുടെ കണ്ട് വാങ്ങിച്ചതല്ലേ, ഒരു കാര്യം ഇല്ലാണ്ടായില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കുട്ടി അപ്പം നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണ്ട, അത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് പിന്നീട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അയ്യേ ഞാൻ ഇത് വാങ്ങിക്കണ്ടായിരുന്നു, ഒട്ടും ഇൻട്രസ്റ്റ് കാണിച്ചില്ലല്ലോ, വെറുതെ എൻ്റെ പൈസ പോയി എന്നൊക്കെ പല തവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഓരോ കുഞ്ഞുങ്ങളും ഓരോ പോലെയാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിന് എന്തിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ടോയ്സ് വാങ്ങിക്കൊടുത്തിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചോദിച്ചാൽ പറയുന്ന പ്രായമല്ലല്ലോ നമ്മളെ 2 വയസ്സൊന്നും. അപ്പൊ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഓരോന്ന് വാങ്ങി കൊടുത്തിട്ട് തന്നെ ഏത് കാര്യത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടോയ് വാങ്ങിക്കുന്ന സമയത്ത് ഒരിക്കലും ആ കാറ്റഗറിയിൽ നല്ല വില കൊടുത്തിട്ടുള്ള ടോയ് വാങ്ങാതിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് ബ്ലോക്സ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ചിലപ്പോൾ 50 രൂപയ്ക്കും കിട്ടും, 5000 രൂപയ്ക്കും കിട്ടും. അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും വെറൈറ്റി ആയിട്ടുള്ളതിന് അത്രയും വില ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കുഞ്ഞിന് വാങ്ങി കൊടുക്കുന്ന സമയത്ത് പോയിട്ട് ഈ 5000 രൂപയുടെ ടോയ് വാങ്ങിക്കാതിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ കുട്ടിക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് ഈ 50 രൂപയുടെ ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അമീറയ്ക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഈ ബിൽഡിംഗ് ബ്ലോക്സ് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സമയത്ത് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അമീറ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ഇപ്പോൾ ഒരു 1.5 വയസ്സ് സമയത്തൊക്കെ ഞാൻ വാങ്ങി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തു വെക്കാനോ അതിന്റെ കൂടെ കളിച്ചതേ ഇല്ല. അപ്പൊ എനിക്ക് പൈസ പോയി എന്നുള്ളൊരു റിഗ്രറ്റ് എന്തായാലും വരില്ല. ബിക്കോസ് 50 രൂപ എന്നൊക്കെ പറയുന്നത് അത്രയും ചീപ്പ് പ്രൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ടിപ്പായിട്ട് എടുക്കുക. ബിൽഡിംഗ് ബ്ലോക്സ് എന്നല്ല, എന്ത് ടോയ് വാങ്ങുകയാണെങ്കിലും ആദ്യമായിട്ട് ഒരു കാറ്റഗറിയിലെ ആട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ പസിൽസ് വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ ബോർഡ്സ് വാങ്ങിക്കുകയാണ്, എന്തിനാണെങ്കിലും അതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് തന്നെ വാങ്ങിക്കുക. ഭയങ്കര ക്വാളിറ്റി കുട്ടികൾ ഈ ഒരു പ്രായത്തിലെ ടോയ്സിനൊന്നും വേണമെന്നില്ല സത്യം പറഞ്ഞാൽ. ബിക്കോസ് അവരത് പെട്ടെന്ന് തന്നെ കളയാനുള്ളതോ അല്ലെങ്കിൽ പൊട്ടിക്കാനുള്ളതോ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാറ്റഗറിയിൽ കുറച്ച് പ്രൈസ് കുറവാന്ന് വിചാരിച്ചു പ്രശ്നമില്ല. അത് എപ്പോഴും നോക്കുക, ഒരു കാറ്റഗറി എടുത്തിട്ട് അതിലെ എല്ലാ ബ്രാൻഡ്സും ഇറക്കുന്ന ടോയ് നോക്കുക. എന്നിട്ട് ഏറ്റവും ചീപ്പായത് ഏതാണ്, ഒരു മിനിമം ക്വാളിറ്റി ഒക്കെ ഉള്ളത്, എന്നിട്ട് അത് വാങ്ങിക്കുക. ഞാൻ അത് ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. പിന്നെ പസിൽ ആണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ പസിൽസ് ഒരുപാട് ഇൻട്രസ്റ്റോട് ചെയ്യുന്ന കുട്ടികൾ. പക്ഷെ അമീറയ്ക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ വാങ്ങിയിട്ടുള്ള 2-3 പസിലൊക്കെ ഞാൻ തന്നെയാണ് മാച്ച് ചെയ്യാറ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് മാച്ച് ചെയ്തിട്ട് അതിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒരു ആനിമൽസ് മാച്ച് ചെയ്യുന്ന പസിലൊക്കെ ഉണ്ടായിരുന്നു. അമീറ മാച്ച് ചെയ്യാൻ റെഡിയേ അല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അതിലെ എല്ലാ ആനിമൽസിനെയും ഐഡന്റിഫൈ ചെയ്യാനും ഒരു 4-5 ആനിമൽസിനെ പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ അമീറ പഠിച്ചു. ബിക്കോസ് ഈ ടോയ് അമീറയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കരുതി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ ആയിപ്പോയിനെ. പക്ഷെ അതിന് പകരം അവൾക്ക് മാച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മാച്ച് ചെയ്യും. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ വരും, കയറി നിൽക്കാൻ പറഞ്ഞാൽ കയറി നിൽക്കും. പിന്നെ അവൾ പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ചിടുകയും ചെയ്യും, മീൻസ് തിരിച്ച് പഴയ പോലെ ആക്കും. അപ്പൊ പസിൽ അമീറയുടെ കേസിൽ അമീറയ്ക്ക് ഇപ്പൊ അത്ര ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് പസിൽസ് ഒന്നും വാങ്ങിയിട്ടില്ല. അതും ഒരു മിനിമം ലെവൽ, മീൻസ് ഭയങ്കര ക്വാളിറ്റി ഉള്ളതല്ല, ഭയങ്കര പ്രൈസ് ഒന്നും ഉള്ളതല്ലായിരുന്നു, സാധാ പോലത്തെ ആയിരുന്നു. അപ്പൊ എന്ത് ടോയ് വാങ്ങിക്കുന്ന സമയത്തും അതിൽ തന്നെ ചീപ്പായിട്ടുള്ളത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടിപ്പ് കേട്ടോ. ഇനി ഇതിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടി അപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഏതായാലും കൊടുക്കരുത്. 1-2 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ തന്നെ കൂടെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് നമ്മൾ കളിക്കണം, അവരുടെ കൂടെ നല്ലോണം കളിക്കണം. അല്ലാതെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊരു മൈൻഡും കാണിക്കില്ല. അപ്പൊ കൂടെ ഇരിക്കുക, എന്നിട്ട് നല്ലോണം ക്ഷമ വേണം കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ആദ്യം അവർ ഭയങ്കര നോ പറയും, ആദ്യം അവർ ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്യും. നമ്മൾ സ്ലോ ആയിട്ട് അവരുടെ കൂടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതാണ് ഈ ടോയുടെ പേർപ്പസ്. അപ്പൊ അത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി എന്നൊക്കെ വരും, അല്ലെങ്കിൽ വീണ്ടും മൈൻഡ് ചെയ്യില്ല. എന്തുതന്നെയാണെങ്കിലും നല്ലോണം പേഷ്യൻസ് വേണം, നല്ലോണം ക്ഷമ വേണം. ആ ഒരു ക്ഷമ ഇല്ലാന്നുണ്ടെങ്കിൽ അവര് അതിനേക്കാളും കൂടുതൽ റിജക്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് വെറുതെ ആയി നിനക്ക് പൈസ ചെലവാക്കിയെന്നുള്ള ബാഡ് വേർഡ്സ് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ
അവരത് കൂടുതൽ റിജക്ട് ചെയ്യുള്ളൂ. അതൊന്നും ചെയ്യാതെ നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ പോവാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അത് കളിച്ചു കഴിഞ്ഞാൽ അവരും നോക്കും, മെല്ലെ മെല്ലെ വന്നിട്ട് ഇത് എന്താന്ന്. ഈ സ്റ്റിക്കർ ബുക്കിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു, ഒരു ഇൻട്രസ്റ്റും കാണിച്ചില്ല. പക്ഷെ ഞാൻ പിന്നെ മെല്ലെ മെല്ലെ ആ വീഡിയോയിൽ കാണാം, ഏതായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ ചെയ്ത സമയത്ത് അവൾക്ക് മെല്ലെ മെല്ലെ കുറച്ച് നേരം കാണിച്ചുള്ളൂ കേട്ടോ, പിന്നെ എടുത്തു വെക്കേണ്ടി വന്നു. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. അതായത് എന്നിട്ടും നിങ്ങളുടെ കുഞ്ഞ് ഒരു ഇൻട്രസ്റ്റും ആ ടോയിനോടോ ആ ബുക്കിനോടോ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മടക്കി വെക്കുക. എന്നിട്ട് ആർക്കും കൊടുക്കേ കളയേ ഒന്നും വേണ്ട, ജസ്റ്റ് എവിടെയെങ്കിലും എടുത്തു വെക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും എടുത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ, അതാണ് മെയിൻ പോയിന്റ്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഓടി വന്ന് കളിക്കും. പിന്നെ അത് അവരുടെ ഫേവറേറ്റ് ടോയ് ആയി മാറുകയും ചെയ്യും. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ അവർ പഠിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ പഠിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനത്തെ എഡ്യൂക്കേഷണൽ ടൈപ്പ് ടോയ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതാണ് ഒരു ടിപ്പ്. അതായത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കൂടെ മാക്സിമം പേഷ്യൻസോട് കൂടി കുറച്ച് സമയം അതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുത്ത് വെക്കുക, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത് തന്നെ 2-3 തവണ കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടിക്ക് ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിനനുസരിച്ച് ആ കാറ്റഗറിയിൽ ബാക്കി ടോയ്സ് ഒക്കെ നിങ്ങൾ വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ ടോയ്സ് വാങ്ങിച്ച് വെറുതെ പൈസ കളയണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ബുക്സ് എന്ന് പറയുമ്പോൾ. ബുക്സ് പക്ഷെ ഇത്രമാത്രം അങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന ഒരു സാധനമല്ല. ബിക്കോസ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ന്യൂ ബോൺ ആയിരിക്കുമ്പോൾ മുതലുള്ള ബുക്ക് 5 വയസ്സിലും വായിക്കാൻ പറ്റും. ബിക്കോസ് ആ വേർഡ്സും സെന്റൻസസും ഒക്കെ അപ്പം വായിക്കുക എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് ബുക്സിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഏത് ബുക്കാണോ അത് വാങ്ങിക്കുക, കൂടെ ഇരുന്ന് വായിച്ചു കൊടുക്കുക, കൂടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, കളിക്കുക. ഇപ്പം എന്തെങ്കിലും നമ്മൾ വലിയ ആൾക്കാർ ബുക്ക് വായിക്കുന്ന പോലെ ബോറിംഗ് ആയിട്ട് വായിക്കരുത്. ഭയങ്കര വ്യത്യസ്ത സൗണ്ടിൽ അല്ലെങ്കിൽ നല്ല സൗണ്ടിൽ വളരെ സ്ലോ ആയിട്ട് കളിച്ചുകൊണ്ട് വായിക്കുക കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഇൻസ്റ്റാ സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് അമീനായിട്ട് ബുക്കിന്റെ കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ബുക്സിന്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. ബിക്കോസ് ഇന്നല്ലെങ്കിൽ നാളെ അവർ എന്തായാലും ആ ബുക്ക് നോക്കും. അതുകൊണ്ട് ബുക്സിന്റെ മണി എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല, ഒരുപാട് നാളത്തേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ടോയ്സ് ഒക്കെ ചിലപ്പോൾ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ബുക്സ് അങ്ങനെ ആയിരിക്കില്ല. പിന്നെ അമീറയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുള്ള മിക്ക ടോയ്സും വാങ്ങി കുറച്ച് ദിവസത്തിൽ അവൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ ആൽഫബറ്റ് ബോർഡ് വാങ്ങിയ സമയത്തും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ വാങ്ങിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് വിചാരിക്കും. കുറച്ച് നാളത്തേക്ക് നോക്കിയിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷെ പിന്നെ മെല്ലെ മെല്ലെ അവരുടെ ഫേവറേറ്റ് ടോയ് ആയിട്ട് അത് മാറുന്നുള്ളതാണ്. ടോയ്സിലൂടെ തന്നെയാണ് അമീറ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എനിക്ക് പിന്നെയും കിട്ടാറുണ്ട് ഇങ്ങനത്തെ കമന്റ്സ്, വേസ്റ്റ് ആയി പോയ പോലത്തെ വർത്താനങ്ങൾ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും നമ്മുടെ മറ്റു വീഡിയോസുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇതിന്റെ കൂടെ ഞാൻ മറ്റേ വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റിക്കർ ബുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. അതുകൂടി ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും പോയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. അപ്പൊ വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബട്ടർഫ്ലൈന്റെ പൊസിഷൻ ഇവിടെ അമ്മ ഒട്ടിക്ക്. ഇവിടെ ബട്ടർഫ്ലൈ ഒട്ടിക്കണം, ബട്ടർഫ്ലൈ ഒട്ടിക്കണം. നെസ്റ്റ് തരില്ല, ബട്ടർഫ്ലൈ ഒട്ടിച്ചു കഴിഞ്ഞാലേ നെസ്റ്റ് തരുള്ളൂ. അത് കിട്ടൂല. ആ ചൂണ്ടി തരാം. ഒട്ടിക്ക് ബട്ടർഫ്ലൈനെ. അവിടെ അല്ലടാ, അവിടെയാണ് ബട്ടർഫ്ലൈൻ്റെ സ്ഥലം. അമ്മ കാണിച്ചത് ബട്ടർഫ്ലൈൻ്റെ സ്ഥലം. ഇതാ ബട്ടർഫ്ലൈ കണ്ടാ, അയിമൽ ഒട്ടിക്ക്. ആ അത് വാന് ഇവിടെ ഒട്ടിക്ക്. ഇതല്ലേ ബട്ടർഫ്ലൈ. കൈമന്ന് ഒട്ടിക്ക്, ഇവിടെ ഒട്ടിക്ക്. നല്ല ഭംഗിയിൽ ഒട്ടിക്കാം മീ. അങ്ങനെ ചുരുട്ടല്ല മീ. അമ്മ കാണിച്ചത് നല്ല മോളായിട്ട്. നമുക്ക് അടുത്ത സ്റ്റിക്കർ എടുക്കണ്ടേ? അത് ഒട്ടിക്ക്. കുഞ്ഞി കൈ കൊണ്ട് ഒട്ടിക്ക്. എങ്ങനെയാ? ഞാൻ അടുത്ത സ്റ്റിക്കർ എടുത്തരാം. ഞാൻ അടുത്ത സ്റ്റിക്കർ. ഓ നിമ്മ പറഞ്ഞുതരാം എവിടെയാ ഒട്ടിക്കേണ്ടിയാ പറഞ്ഞുതരാം. തിരിച്ചിട്ട് ഒട്ടിക്ക്. തിരിച്ചിട്ട്
ഏതില്ല? ഏതാ വേണ്ടേ? ബട്ടർഫ്ലൈയോ? അമ്മ ഫസ്റ്റ് എടുത്തരാം, എന്നിട്ട് അമ്മ എടുത്തോട്ടോ. അമ്മ എടുത്തോ. വെരി ഗുഡ്. എവിടെ നമ്മളെ ബട്ടർഫ്ലൈ? ബട്ടർഫ്ലൈ ഇവിടെ. അത് വേണ്ട, അതവിടെ നോട്ടെ. ഇവിടെ ഒട്ടിക്കും. ഇവിടെ ഇതാണ് ബട്ടർഫ്ലൈ. വേറെ സ്റ്റിക്കർ തരാം അമ്മ. വാനിന്റെ സ്റ്റിക്കർ തരാം ഒട്ടിച്ചു കഴിഞ്ഞാല്. അത് പറിക്കല്ലേ മോളെ, അത് ഒട്ടിച്ചതല്ലേ. അമ്മയ്ക്ക് എന്തിനാ ഇത് രണ്ടു? അമീറ ഒട്ടിക്ക്. നമുക്ക് വാനിന്റെ സ്റ്റിക്കർ വേണോ? ക്യാറ്റിന്റെ സ്റ്റിക്കർ വേണോ?